ചേച്ചി ശരിക്കും ഈ ഒരു കാര്യം ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും സത്യമാവല്ലേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാര്യം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂ എടുക്കുമ്പോഴും കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ചേച്ചി അങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെയാണ്, ഇങ്ങനെ നടക്കുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ചേച്ചി എപ്പോഴും ഒരു അനിയത്തിയുടെ സ്ഥാനം, അനിയത്തി ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും എനിക്ക് ഫുഡ് വാരി തന്നിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അത്രയും സ്നേഹത്തോടെ മാത്രമായിരിക്കും ചേച്ചി എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും എന്ന് പോലും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. കണ്ടന്റിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നു, ആ ഒരു കാര്യം കഴിയുന്നു, അപ്പോഴും പഴയ പോലെ സ്നേഹം നിൽക്കുന്നു. പക്ഷെ ഈ ഒരു ഗോസിപ്പ് കേട്ടപ്പോൾ പോലും അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ, ഒരു മനുഷ്യനും അങ്ങനൊന്നും വരല്ലേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ, അതും ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ അങ്ങനെ കേട്ടപ്പോൾ സത്യം. കാരണം ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിയാനും എന്നാ ഒരിക്കലും ഇത് സത്യമാകരുതേ എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ഇനി അവരോട് പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്ന ചതിയായിരിക്കും.